അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ് സ്കോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴത്തെ പോലെ നമ്മളിപ്പോഴും ഹോട്ടലിനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. തുടങ്ങാം. ഇനി അപ്ഡേറ്റ്സ് വീഡിയോസ് നമ്മൾ വീക്ക്ലി ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച വരുന്ന കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് ഒരു വീക്ക് പറയുന്ന രീതിക്ക് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ അപ്ഡേറ്റ്സും ഒരാഴ്ച വന്ന് നമുക്ക് പറയാം. അപ്പൊ ആദ്യത്തെ അപ്ഡേറ്റ് തന്നെ തുടങ്ങാം. ദൃശ്യം 3 ആണ് ആദ്യത്തെ അപ്ഡേറ്റ്. ദൃശ്യം 3 റൈറ്റ്സ് അത് പനോരമ സ്റ്റുഡിയോസ് അത് വാങ്ങിച്ചു എന്നുള്ളതാണ് സംഗതി. അതിപ്പോ ദൃശ്യം 3 കംപ്ലീറ്റ് ഇനി റൈറ്റ്സ് കൊടുക്കുന്നത്, റിലീസ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി അവരായിരിക്കും മിക്കവാറും പ്ലസ് നോൺ തിയേറ്ററിക്കൽ റൈറ്റ്സ് ഇപ്പൊ പനോരമയുടെ കയ്യിലാണ്. അതൊരു റെക്കോർഡ് പ്രൈസിനാണ് വാങ്ങിയെന്ന് കേൾക്കുന്നു. തുക ഇപ്പൊ നമ്മൾ പറയണില്ല. അപ്പൊ അത് അങ്ങനെ അല്ലാതെ അവർ വിൽക്കില്ലല്ലോ. അതൊരു ബ്രാൻഡാണ് ദൃശ്യം എന്ന് പറഞ്ഞാൽ. കാരണം ഇമ്രാന്റെ പോലെ തന്നെ അത്രയും കളക്ട് ചെയ്യാൻ കേപ്പബിൾ ഉള്ള സിനിമയാണ് അത്. പിന്നെ അതുപോലെ തന്നെ ദൃശ്യം 3 ഷൂട്ട് അവസാനിക്കാനായി ഈ ഒരു ഡിസംബർ 10 പടത്തിന് ഷൂട്ട് അവസാനിക്കും. അല്ല, അത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് L365 ജോയിൻ ചെയ്യാൻ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബബ്ബയുടെ കാര്യമാണ്. ബബ്ബ ഓൾമോസ്റ്റ് റിലീസിലേക്ക് എടുക്കാൻ പോവാണ്. പടത്തിന്റെ ട്രെയിലർ ഡിസംബർ 9 വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് ലാലേട്ടനെ ഫീച്ചർ ചെയ്യണ തരത്തിലുള്ള ഒരു ട്രെയിലർ ആയിരിക്കും, ശബ്ദം കൊണ്ടെങ്കിലും മിക്കവാറും. പുള്ളി മറ്റേ ടീസർ വന്ന സമയത്ത് ലാസ്റ്റ് ഒരു വോയിസ് ഓവർ ഉണ്ടായിരുന്നു. അഴിഞ്ഞാട്ടം തുടങ്ങിയാലോ. ഇനിയിപ്പോ ട്രെയിലർ വരുമ്പോൾ എക്സ്പെക്ടേഷൻ ഗോപി സുന്ദറിന്റെ മ്യൂസിക് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പൊ എന്തായാലും അഴിഞ്ഞാട്ടം കാണാം. അടുത്തത് തലൈവർ 173. നമ്മൾ ആദ്യം സുന്ദർ സീനെ വെച്ചിട്ട് അനൗൺസ്മെന്റ് നടത്തിയ സിനിമയായിരുന്നു. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തന്നെ ഒഫീഷ്യൽ ആ സിനിമയിൽ നിന്ന് പുറത്തായി. ഇപ്പൊ കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ രാംകുമാർ ബാലകൃഷ്ണൻ, ആദ്യത്തെ STR49 എടുക്കേണ്ടിയിരുന്ന ഡയറക്ടർ, ഇപ്പൊ അദ്ദേഹത്തിനെയാണ് കൺസിഡറേഷനിൽ വന്നിട്ടുള്ളത്. നമ്മുടെ മഹാരാജ ഡയറക്ടർക്ക് പോയി കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പുള്ളി റിജക്ട് അടിച്ചു. ഈ കഥ ഇപ്പൊ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു കേൾക്കുന്നത്. അപ്പൊ വരുന്ന ഡിസംബർ 12 താലിവർ പിറന്നാളാണ്. അപ്പൊ അന്ന് നമുക്ക് എന്തെങ്കിലും അനൗൺസ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. രജനി സിനിമകളിലെ കുറച്ച് കൂടുതൽ സിനിമകൾ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും. അടുത്ത ജനനായകന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ജനുവരി 9 സിനിമ റിലീസ് ചെയ്യണത്. അപ്പോ റിലീസ് ഓൾമോസ്റ്റ് ഒരു മാസം കഴിഞ്ഞ് റിലീസ് ആയി ഏകദേശം. അപ്പൊ സിനിമയുടെ ഫസ്റ്റ് സിംഗിള് തുടങ്ങി ട്രെയിലർ വരെയുള്ള സാധനങ്ങൾ. ഓഡിയോ ലോഞ്ച് ഡിസംബർ 27 മലേഷ്യ വെച്ചിട്ടാണ് ഓഡിയോ ലോഞ്ച് നടക്കാൻ. അതൊരു ദളപതി തിരുവിഴ എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു ഓഡിയോ ലോഞ്ച് പ്ലസ് കൺസേർട്ട് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് അനിരുദ്ധിന്റെ. അപ്പം അതേപോലെ തന്നെ ട്രെയിലറിന്റെ കാര്യം. ട്രെയിലർ ഡിസംബർ 31 രാത്രിയോ അല്ലെങ്കിൽ ജനുവരി ന്യൂ ഇയർ ആയിരിക്കും ട്രെയിലർ. ഓൾറെഡി പടം 9 റിലീസ്. നമ്മുടെ 10 ദിവസത്തെ ഗ്യാപ്പിനാണല്ലോ ശരിക്കും ട്രെയിലർ വരാറുള്ളത്. അപ്പൊ കറക്റ്റ് ടൈമിനായിരിക്കും അത് വരും. അതുപോലെ തന്നെ സെക്കൻഡ് സിംഗിള് ഡിസംബർ 7 വരും. പിന്നെ പടത്തിന്റെ റൈറ്റ്സ് വിറ്റുപോയാലും തമിഴ്നാട്ടിൽ അത് പതിവ് പോലെ ഒരു റെക്കോർഡ് പ്രൈസിനാണ് ഇതുവരെയുള്ള. പിന്നെ ഇത് അവസാനത്തെ സിനിമയാണെന്ന് പറയണുണ്ട്. അല്ല, അവിടെ 100 കോടിക്ക് മുകളിൽ ഡിസ്ട്രിബ്യൂഷൻ പോയ 2 സിനിമ ഉള്ളൂ. 2 വിജയുടെ തന്നെ. അപ്പോൾ അതിലിപ്പോ ഒരു പുതിയ റെക്കോർഡ് കൊണ്ട് 106 കോടി രൂപയ്ക്കാണ് സിനിമ വാങ്ങിയിട്ടുള്ളത്. റോമി പിക്ചേഴ്സ് ആയിരുന്നു വാങ്ങിയിരുന്നത്. ഇപ്പോ 5 പേര് 5 ഏരിയ വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് സൂര്യ 47 നമ്മുടെ ചിത്തും മാധവൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയുടെ പൂജ കാര്യങ്ങൾ ഈ ഡിസംബർ 8 പൂജ കൊച്ചിയിൽ വെച്ചിട്ട് അത് ഇപ്പോ നടക്കുന്നതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്. സൂര്യയുടെ ഏറ്റവും ഹൈപ്പുള്ള സിനിമ അതാണെന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു മലയാളം ഫിലിം ഡയറക്ടറിനായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ലെവലൊരു സിനിമ വരിക. മലയാള സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് പറയാം. കാരണം അതൊരു ആവേശം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ചിത്തുമാധവന്റെ ഒരു സിനിമ ഒരു മലയാളം തമിഴ് കണക്ഷൻ ഉള്ള സിനിമ. കാരണം പുള്ളി ഒഴികെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റും മലയാളികളാണ്, ഇൻക്ലൂഡിങ് മ്യൂസിക് ഡയറക്ടർ ഒക്കെ മലയാളികളെ വരുന്നത്. അതെ, ഫുള്ള് മലയാളികൾ തന്നെയാണ്. നമ്മുടെ ചിത്തുവിന്റെ സ്ഥിര ആൾക്കാർ തന്നെയാണ്. ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും അതുപോലെ സിനിമയുടെ പ്രൊമോ ഷൂട്ട് ഏകദേശം ഡിസംബർ 11 തീരുമാനമുണ്ടാവും. അപ്പൊ എന്തായാലും ഒരു ഗംഭീര അനൗൺസ്മെന്റ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് അറസന്റെ ഷൂട്ട് നമ്മൾ തുടങ്ങുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല. അത് നമുക്ക് സങ്കടമുണ്ട്. കാരണം വെയിൽസ് ഇന്റർനാഷണൽ ആയിട്ട് STRന്റെ ഒരു സാലറി ഇഷ്യൂ ഉണ്ടായിരുന്നു മുമ്പത്തെ. ആ ഒരു ടോക്ക് കാരണമാണ് ഇപ്പൊ ഈ ഷൂട്ട് തുടങ്ങാൻ പറ്റാണ്ടിരുന്നത്. പക്ഷെ ഡിസംബർ 8 ഷൂട്ട് തുടങ്ങും. അങ്ങനെ ഷൂട്ട് തുടങ്ങാതിരിക്കുന്ന സങ്കടത്തിലിരിക്കുമ്പോഴാണ് അതിനും വലിയൊരു അനൗൺസ്മെന്റ് വന്നത്. കാരണം വിജയ് സേതുപതി ആ സിനിമയിൽ വന്നു. ഓക്കെ, ആ ഒരു വടച്ചന യൂണിവേഴ്സിൽ ഇപ്പൊ ധനുഷ്, STR, വിജയ് സേതുപതി. സേതുപതി STR മുന്നേ ഇപ്പൊ നമ്മള് മണിരത്നത്തിൽ കണ്ടിരിക്കണം. അപ്പൊ അവര് ഒരുമിച്ച് വന്ന കോമ്പോ സീനുകൾ നല്ല രസമായിരുന്നു.
അപ്പൊ ഇതിലിപ്പോ ഒരു ഫേസ് ഓഫ് മാതിരി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിരുന്നു. നമ്മുടെ രാജൻ എന്നൊക്കെ ക്യാരക്ടറിലേക്ക് ആദ്യം സേതുപതിനെ അപ്രോച്ച് ചെയ്യുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ എന്താ അമീർ ചെയ്ത ക്യാരക്ടറിലേക്ക്. അപ്പൊ എന്താ LCU ഒക്കെ പോലെ നമുക്ക് വേറൊരു നല്ല യൂണിവേഴ്സ് കിട്ടാൻ പോവാണ്. പെട്ടെന്ന് കഴിയട്ടെ. അത് തന്നെ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇനി അടുത്തത് സ്പിരിറ്റ് ഷൂട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ സ്പിരിറ്റ് ഇപ്പോ തെലുങ്കില് എന്നല്ല, ഇപ്പൊ പ്രഭാസിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന സിനിമയേക്കാൾ കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് സ്പിരിറ്റ്. സന്ദീപ് റെഡ്ഡി ഡയറക്റ്റ് ചെയ്യുന്ന, എഡിറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്യുന്ന. അപ്പൊ ആ സിനിമയുടെ ഒരു വോയിസ് മാത്രമുള്ള, പ്രകാശ് രാജിന്റെ വോയിസ് മാത്രമുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്രൂവിന്റെ കാര്യം, കാസ്റ്റിൽ കുറച്ച് പേരും പുറത്തിട്ടുണ്ട്. അപ്പൊ പ്രഭാസ് ഇപ്പൊ ആ സിനിമയോടനുബന്ധിച്ചൊരു ഫൈറ്റ് കോറിയോഗ്രാഫിയുടെയും പ്രാക്ടീസിന്റെ ഒക്കെ ഇതായിട്ട് ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ചോരക്കളായിരിക്കും ഓൾറെഡി ഉറപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി December 12 രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ തലൈവർ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഇപ്പൊ ജയിലർ 2 ആണല്ലോ ഷൂട്ട് ഹോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വരുന്നാണ് പറയണത്. അതെന്തായാലും ഒരു അടിപൊളി സാധനമായിരിക്കും. അതുപോലെ തന്നെ അതിലിപ്പോ വിജയ് സേതുപതിയുടെ രണ്ടാമത്തെ സേതുപതി അതായത് ബാലകൃഷ്ണ ചെയ്യണ്ടേ. ബാലകൃഷ്ണ ഉണ്ടായിരുന്നല്ലോ ബാലകൃഷ്ണൻ അത് ഓക്കെ പറഞ്ഞത്, പിന്നെ എന്താ കാരണം എന്നറിയില്ല പുള്ളി. അപ്പോ ഇനിയിപ്പോ അത് വിജയ് സേതുപതിയുടെ അടുത്തേക്കാണ് ഇപ്പൊ ടീം അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഉണ്ടാവും, കാരണം ബാലകൃഷ്ണൻ ചെയ്ത റോൾ എന്തായാലും പറ്റില്ല. അപ്പൊ ഞങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഗ്ലിംസും നന്നാവട്ടെ, ഒരു അടിപൊളി ഗ്ലിംസ് തന്നെ വരട്ടെ.